ഹായ് ഫ്രണ്ട്സ്, ടക്കാൻമോടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമാണ്. നമുക്ക് 1000 രൂപയിൽ താഴെ ലഭിക്കുന്ന ഒരു ഇയർപോഡ്സ് അല്ലെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ഇയർഫോൺസ്, അതിൽ മികച്ചത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 ഡിവൈസുകളാണ്. ഒന്ന് Mivi M20 DuoPods, അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ്. ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ്. എനിക്ക് അതിൻ്റെ വീഡിയോയും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചാണ്, പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ സാധിച്ചില്ല. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ബോട്ടിൻ്റെ 235V2 എന്ന് പറഞ്ഞുള്ള ഈ മോഡൽ. ഇതൊരു നെക്ക് ബാൻഡാണ്. അപ്പോൾ നമുക്കൊരു 1000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന് താഴെ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ള 2 ഡിവൈസുകളാണ്. ഒന്നീ പറഞ്ഞതുപോലെ ഞാൻ ഈ ബോട്ടിൻ്റെ ഇപ്പോൾ കാണിച്ചതും, അതുപോലെ തന്നെ Mivi M20 DuoPodsഉം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡിവൈസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ ബിൽഡ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മീവിയുടെ M20 എന്ന ഇയർപോഡ്സ് ആണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1000 രൂപയിൽ താഴെ ലഭിക്കുന്ന വളരെ ഒരു മികച്ച ഇയർപോഡ്സ് ആണ്. അപ്പോൾ ഇയർപോഡ്സ് എന്ന് പറയുമ്പോൾ അറിയാം, കംപ്ലീറ്റ് വയർ ഫ്രീ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനിഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. നമുക്ക് ഈ സൈഡിലായിട്ട് ഇതിൻ്റെ USB ചാർജിങ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ബോക്സ് സൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ചെറുതാണ്. ഇതിൻ്റെ ഉള്ളംകൈയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി മറ്റതർ ബ്രാൻഡിൻ്റെ ബോക്സിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് പോക്കറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ ഇതിൻ്റെ കേസ് ഇത് പ്ലാസ്റ്റിക് മെയ്ഡാണ്. ഓക്കെ, ക്വാളിറ്റി ആവറേജ് ആണ്, കുഴപ്പമില്ല നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കേസും തുറന്ന് നോക്കാം. കേസ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇയർപോഡ്സ്, അതിൽ കൊടുത്തിരിക്കുന്ന Mivi ബ്രാൻഡിങ്, അതല്ലാതെ യാതൊരു വിധ പ്രത്യേകിച്ചും കാണാനില്ല. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്ററായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കേസിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു ഇയർപോഡ്സിൽ നമുക്ക് പ്രത്യേകിച്ച് ബട്ടണുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് മൊത്തത്തിൽ ടച്ച് കൺട്രോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ ഇത് പെയറിംഗ് മോഡിലാണ്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിക്കോളും. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇത് ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവാണ്. നമുക്ക് RGB ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഒരേ സമയം ഡ്യുവോപോഡായിട്ടും അതേപോലെ തന്നെ ഒരേ സമയം മോണോപോഡായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കേസിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വേറെ ഒന്നും തന്നെ ഇവിടെ ചാർജിങ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമുക്കിത് എടുക്കുമ്പോൾ ഇത് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കിത് പ്ലേസ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് ചാർജ് എന്തോരം ഉണ്ടെന്ന്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 25% ചാർജ് ഉള്ളൂ. നമ്മളിത് ചാർജിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു ലൈറ്റായിട്ട് നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഇയർബഡ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കേസിൽ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇയർബഡ്സിൽ നമുക്ക് ഇയർ പാഡ്സും അതുപോലെ തന്നെ ഉള്ളിലായിട്ട് ഇത് മെറ്റൽ ഗ്രില്ലുമാണ് കൊടുത്തിരിക്കുന്നത്. വേറെ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് സൈഡിൽ മൈക്ക് കാണാം, നമുക്ക് കോൾ ചെയ്യാനുള്ള. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് ടോട്ടലി 30 ഗ്രാമാണ്, 2 മണി കൂടി ഉള്ളൂ. നമുക്ക് ചെവിയിൽ വയ്ക്കുന്ന സമയത്ത് ഒട്ടും ഹെവി ആയിട്ട് അനുഭവപ്പെടില്ല. അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഫീൽ ചെയ്യില്ല. നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 6mm ഡൈനാമിക് ബേസ് ബൂസ്റ്റർ ഡ്രൈവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയ ബ്ലൂടൂത്ത് 5.0 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ യാതൊരുവിധ പ്രോബ്ലംസോ ഇല്ല.
അപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളറുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയ ഒരു കളർ ബ്ലാക്കാണ്. അല്ലെങ്കിൽ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചോയ്സ് നമുക്ക് കളർ വൈസ് സെലക്ട് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുവാണെങ്കിൽ കമ്പനി പറയുന്ന കാര്യം നമുക്ക് 20 അവേഴ്സ് ആണ്. 20 അവേഴ്സ് എന്ന് വെച്ചാൽ കേസിൽ 20 അവേഴ്സ്, കേസ് ഫുള്ളായിട്ട് ചാർജ് ആണെങ്കിൽ നമുക്ക് 20 അവേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇയർപോഡ്സ് രണ്ടും കൂടി ആണെങ്കിൽ ഇതിന് 6 അവേഴ്സ്, 6 മണിക്കൂറാണ് നമുക്ക് കണ്ടിന്യൂസ് പ്ലേയിങ് ടൈം കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് വളരെ എർഗണോമിക് അല്ലെങ്കിൽ വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഒത്തിരി വലുതായിട്ട് ഇത് ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബിൽഡാണ്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് IPS4 സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വീണാലോ അല്ലെങ്കിൽ ജസ്റ്റ് മഴയത്തൊക്കെ പോകുമ്പോഴോ നനഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ബോക്സിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 300 mAh ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർപോഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് 50 mAh ബാറ്ററിയാണ് ഓരോ ഇയർപോഡ്സിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിപ്പോൾ വേറെ ബട്ടൺസ് ഒന്നുമില്ല. ഇത് നമ്മൾ കേസിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മൾ മൊബൈലിൽ കണക്റ്റ് ആവും. സോ ഇതിപ്പോൾ നമ്മൾ ഇതിന്ന് എടുക്കുകയാണ്. ഇതിന് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഓണായി എന്നുള്ളതിൻ്റെ ഇത് കണക്ഷൻ ഇത് ലൈറ്റ് വരും. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മൊബൈലിലും അപ്പോൾ തന്നെ ഇത് നമുക്ക് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി പെയർ ആയിട്ടുണ്ട്. അത് നമുക്ക് കാണാം ഇവിടെ 100% ചാർജ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഇയർപോഡ്സ് നമ്മൾ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ആകും. നമുക്ക് ഒന്നുകൂടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്ലേ ആകും. അത് നമുക്ക് സിംഗിൾ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. ഇനി അതുപോലെ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനോ പ്രീവിയസ് സോങ്ങിലേക്ക് പോകാനോ നമുക്കിപ്പോൾ ഇത് റൈറ്റ് സൈഡിലുള്ള ഇയർപോഡാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകും. അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡിലെ ഇയർപോഡ്സ് ആണ്. ഇതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സോങ്ങിലേക്ക് നമുക്ക് വരാം. ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമ്മുടെ മൊബൈലിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിവൈസിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആവും. നമുക്ക് കാണാം ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആയി വന്നു. അതുപോലെ തന്നെ നമുക്ക് കോള് റിസീവ് ചെയ്യാനും അതുപോലെ കോള് എൻഡ് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് ടാപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന കംഫോർട്ട്നെസ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വഭാവമായിട്ട് ഇയർ പീസ് എന്ന് പറയുമ്പോൾ ഇത് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ചെവിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ മീവി എന്ന ബ്രാൻഡിങ് അത് നേരെയായിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെവിയിൽ പ്ലേസ് ചെയ്യേണ്ടത്. ടച്ച് അത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പതിയെ ടാപ്പ് ചെയ്താൽ മതി. വളരെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നമുക്ക് പോസ് ചെയ്യുന്ന, കോൾ എടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ചെവിയിലിരിക്കുന്ന കാര്യം ഇത് വളരെ ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് താഴെ പോവുക, ഇപ്പം നമുക്കിങ്ങനെ കുറഞ്ഞാൽ പോലും ഇതൊന്നും ലൂസായി വരില്ല. അപ്പോൾ നമുക്കത് പുറത്ത് പോയാലും പെട്ടെന്ന് അങ്ങനെ ചാടി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പേടിയൊന്നും വേണ്ട. 1-2 സോങ്സ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു 90% വോളിയത്തിൽ നല്ല ക്ലിയർ ആണ്, നോ ഡിസ്റ്റർബൻസ്. പിന്നെ ഒരു 90% എബോവ് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് ക്വാളിറ്റി അതുപോലെ തന്നെ ട്രിബിൾ ക്വാളിറ്റി എല്ലാം നല്ലതാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു നഷ്ടവുമില്ല. പിന്നെ വോക്കൽസ് അതൊക്കെ വളരെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. ഒരു 1000 രൂപ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഈ Mivi M20 DuoPods തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം ഇതിൻ്റെ കോൾ ക്വാളിറ്റിയാണ്. ഇപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായി കേൾക്കാൻ സാധിക്കും. പക്ഷേ 2 കോളുകൾ ചെയ്ത അനുഭവത്തിൽ എനിക്ക് തോന്നിയത് നമുക്ക് മറ്റേ സൈഡിലുള്ള ആൾക്ക് നമ്മളെ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ റിവ്യൂസിലൊക്കെ കോൾ ക്വാളിറ്റി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു പീസിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. പിന്നെയുള്ളൊരു പ്രോബ്ലം എല്ലാവർക്കും ഒരു പ്രശ്നമാണോ എന്നറിയില്ല. നമ്മൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടുള്ളൊരു വീഡിയോ ഓഡിയോ സിങ്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള എല്ലാ തരത്തിലുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകൾക്കും വരുന്നൊരു സംഭവമാണ്. അതായത് ഓഡിയോയിൽ ഒരു ചെറിയ ഡിലേ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ Miviയിൽ ഞാൻ കുറച്ചുകൂടി ഇംപ്രസ് ആണ്. ഈ ഡിലേ എന്ന് പറയുമ്പോൾ വളരെ മിനിമലാണ്. അപ്പോൾ ഇത്രയുമാണ് Mivi M20 DuoPodsൻ്റെ വിശേഷങ്ങൾ. തീർച്ചയായും 1000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങുവാണെങ്കിൽ യാതൊരു നഷ്ടവുമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇനിഷ്യൽ ഇംപ്രഷനാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയും മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.